ഹലോ ഫ്രണ്ട്സ്, മേജോ എഫ് കെ. ഇന്നത്തെ ഇത് ബീഫ് ഇഷ്ടു ആണ്. ഫോർട്ട് കൊച്ചി ബീഫ് ഇഷ്ടു. ബീഫ് ഇഷ്ടുവിന് 1/2 കിലോ കൂമ്പർച്ചിയാണ് മേടിച്ചേക്കണം. കൂമ്പർച്ചി മീഡിയം സൈസ് 2 സവാള, ഒരു പാക്കറ്റ് ഗ്രീൻ പീസ്, ഒരു ഉരുളക്കിഴങ്ങ് വലിയ സൈസ് തന്നെ ആയിക്കോട്ടെ, ചെറിയ സൈസ് 2 ക്യാരറ്റ്, പട്ട, തക്കോലം, കറയാമ്പ്, കുരുമുളക്, ഏലക്ക. ആവശ്യത്തിന് ഉപയോഗിക്കാം. തീ കത്തിക്കാം. തീ കത്തിച്ചു. ബീഫ് കുക്കറിലിട്ടിട്ടുണ്ട്. പട്ടയും കറയാമ്പും അതിന് മേലിട്ടുണ്ട്. കുരുമുളക് പൊടി വേണ്ട കേട്ടോ, ഇടിച്ചെടുക്കണം. ഏലക്ക അതുപോലെ ഇടിച്ച് പൊട്ടിക്കണം. ബീഫിൽ വെള്ളം ഉണ്ടാവും, എന്നാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഒരു തിള വന്നതിന് ശേഷം പൂട്ടണേ നല്ലത്. അപ്പോൾ ഒരു സ്പൂണും കൂടെ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ പതഞ്ഞ് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ അടപ്പും കൂടെ അങ്ങോട്ട് കത്തിക്കുന്നതാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ് നോക്കി പുഴുങ്ങിയെടുക്കാം സെപ്പറേറ്റ്. അതിനകത്ത് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടേക്കാം. അപ്പോൾ തിളക്കട്ടെ. ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാം. ഒരു പാക്കറ്റ് കശുവണ്ടി 50 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് അടിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള, പച്ചമുളക്, നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മരത്തിൻ്റെ കയ്യിലാണ് നല്ലത് കേട്ടോ. ഇതധികം വാടി ബ്രൗൺ കളർ ആകണ്ട, നേരിയതായിട്ടൊന്ന് വാടിയാൽ മതി. സവാള വാടിയിട്ടുണ്ട്. നമുക്ക് ബീഫ് പുഴുങ്ങി വെച്ചേക്കണത് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബീഫ് പുഴുങ്ങിയത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ക്യാരറ്റും ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ, രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്. തിളക്കട്ടെ. നേരത്തെ പറഞ്ഞ കശുവണ്ടി അടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ അകത്തേക്ക് കശുവണ്ടി അടിച്ചു വെച്ച കശുവണ്ടി ഇട്ടിട്ടുണ്ട്. നല്ലോണം തിളക്കട്ടെ. മൂടി വെക്കാം. മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് സെറ്റാകട്ടെ. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കണ്ടാ. നല്ല അടിപൊളിയായിട്ട് തിളക്കണ കണ്ടാ. സൂപ്പർ അല്ലേ?
നല്ലോണം ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഇത്തിരി ഉണക്കമുന്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തേങ്ങാപ്പാൽ, തലപ്പാൽ ലാസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഒഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെയ്യും ഉണക്കമുന്തിരി ലാസ്റ്റ് ഒരു വേപ്പിലയും കൂടെ. ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്ടവും ബ്രെഡുമാണ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഇഷ്ടവും ബ്രെഡും ചാറൊക്കെ നല്ല കുറുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.